തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ നാം അതിൻ്റെ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയുണ്ടായി. ഇന്ന് 8 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാം. ഔവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം. ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത്. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധമനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. അവരെ ആദ്യം പരീക്ഷിക്കണം. അനിന്ദ്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. ഇവിടെ 7 വരെയുള്ള വാക്യങ്ങളിൽ സഭയിലെ മൂപ്പന്മാരുടെ യോഗ്യതകൾ എന്നുള്ള വിഷയമാണ് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്, തിമോത്തിയോസിന് എഴുതുന്നത്. 8 മുതലുള്ള വാക്യങ്ങൾ സഭയിൽ ശുശ്രൂഷകന്മാരെ കുറിച്ചാണ്. പൊതുവിൽ സഭയിൽ ശുശ്രൂഷകന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കെ ഒരു രീതിക്കനുസരിച്ച് ശുശ്രൂഷകന്മാരെന്ന് പറഞ്ഞാൽ മൂപ്പന്മാരെന്നോ അല്ലെങ്കിൽ ഇടയന്മാരെന്നോ ഒക്കെയാണ് സാധാരണഗതിയിൽ അർത്ഥമാക്കുന്നത്. എന്നാൽ ദൈവവചനത്തിൽ ഇത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ശുശ്രൂഷകന്മാർ എന്ന് പറഞ്ഞാൽ പ്രാഥമികമായും ഭൗതിക ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള സഹോദരന്മാരെയാണ് ശുശ്രൂഷകന്മാർ എന്ന് പറയുന്നത്. അതല്ലാതെ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നതായ സഹോദരങ്ങളെ മൂപ്പന്മാരെന്നോ ഇടയന്മാരോ എന്നൊക്കെയാണ് നമുക്ക് ബൈബിളിൽ വിളിച്ച് കാണുന്നത്. എന്നാൽ മൂപ്പന്മാർക്ക് ശുശ്രൂഷകന്മാർക്ക് മൂപ്പന്മാരുടെയും ശുശ്രൂഷകൾ ഒരു പരിധിവരെ ചെയ്യുവാനായിട്ട് സാധിക്കും. അവരവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം എന്ന് നമുക്ക് കാണാം. അപ്പോൾ മൂപ്പന്മാർക്ക് യോഗ്യതകളൊക്കെ ധാരാളം നമുക്ക് ഇവിടെ വായിച്ചു. അപ്പോൾ ശുശ്രൂഷകന്മാർക്ക് യോഗ്യതകൾ വേണ്ടേ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ആദ്യം ദൈവസഭയിൽ ശുശ്രൂഷകന്മാരെ നിയമിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിലാണ് നാം വായിക്കുന്നത്. യെരുശലേമിലെ സഭയിൽ ശുശ്രൂഷകന്മാരെ അവിടെ നിയമിക്കുന്നത് നമുക്ക് കാണാം. അതിനവിടെ യോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പേരെ നിങ്ങളുടെ ഇടയിൽ നിന്നും നിങ്ങൾ കൊണ്ടുവരിക എന്നാണ്. ആത്മാവും ജ്ഞാനവും നിറഞ്ഞവര്. ആത്മാവ് നിറഞ്ഞവര് എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായിട്ടുള്ള ആളുകൾ. സ്വയ ശക്തിയിലോ സ്വയജ്ഞാനത്തിലോ അല്ല, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരെന്നും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ദൈവവചനത്തിൽ നിന്നും നാം പഠിക്കുന്നതായിട്ടുള്ള ആത്മീക സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരിപാലിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ പാലിക്കുന്നതായിട്ടുള്ള ആളുകൾ. അത് ആത്മീക സത്യങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പ്രായോഗികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ആ ആത്മീക സത്യങ്ങളെ പ്രയോഗവൽക്കരിക്കുവാനായിട്ടുള്ള അവരുടെ കഴിവിനെയാണ് ജ്ഞാനം എന്നതുകൊണ്ട്, പരിജ്ഞാനം എന്നൊക്കെ പറയുന്നത് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ജ്ഞാനമുള്ളവർക്ക് മാത്രമേ അത് പ്രായോഗികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരായ 7 പേരെ നിങ്ങളിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ എന്നാണ് അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. എന്നാൽ ഇവിടെ കുറച്ചുകൂടി ഒരു വിശദീകരണം ആ 2 വാക്കുകൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം. നമുക്കറിയാം, ഘനശാലി എന്ന് പറഞ്ഞാൽ എന്താ? ആരാണ് ഘനശാലി എന്ന് പറയുന്നത്? സ്ത്രീകളെ കുറിച്ച് പറയുമ്പോഴും ശുശ്രൂഷക്കാരത്തികളെ കുറിച്ച് പറയുമ്പോഴും അതുകൊണ്ടും സ്ത്രീകളും ഘനശാലികളായി എന്ന് പറയുന്നുണ്ട്. അത് 11-ാമത്തെ വാക്യത്തിലാണ്. എന്നാൽ മൂപ്പന്മാരുടെ യോഗ്യതകളെ കുറിച്ച് പറയുമ്പോൾ അവർ ഘനശാലികളായിരിക്കണം എന്ന് പറയുന്നില്ല. അപ്പോൾ ഈ ഘനശാലികളായിരിക്കണം എന്ന് പറയുന്നത് ശുശ്രൂഷകന്മാർക്ക് പ്രത്യേകമായി ഒഴിവാക്കാനാവാത്തതായ, ഈ ശുശ്രൂഷ രംഗത്തുള്ള ആളുകൾക്ക് ഒഴിവാക്കാനാകാത്തതായ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഒരു യോഗ്യതയാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് അവർ ഘനശാലികളായിരിക്കണം എന്ന് പറയുന്നത്? നമുക്ക് അവരുടെ യോഗ്യതകളെ കുറിച്ച് നോക്കിയാൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ശുശ്രൂഷന്മാരെ കുറിച്ചാണെങ്കിലും ശുശ്രൂഷക്കാരത്തികളെ കുറിച്ചാണെങ്കിലും 11-ാമത്തെ വാക്യത്തിൽ സ്ത്രീകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്ത്രീകൾ എന്നുള്ള വാക്കിന്റെ മൂലഭാഷയിൽ അതിന് ഭാര്യമാർ എന്നും
അല്ല എങ്കിൽ സ്ത്രീകൾ എന്നും രണ്ട് നിലയിലും തർജ്ജമ ചെയ്യാവുന്നതായിട്ടുള്ള പദങ്ങളാണ്. അതുകൊണ്ട് ഇത് ശുശ്രൂഷക്കാരുടെ ഭാര്യമാരെ കുറിച്ചാണ് എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അല്ല, അവര് ശുശ്രൂഷക്കാരത്തികളായിട്ട് സഭയിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരായിട്ടുള്ള ആളുകളുണ്ട്. എന്തായാലും അങ്ങനെ ശുശ്രൂഷക്കാരത്തികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ നാം അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് വിഭാഗം ആളുകളെ കുറിച്ചും സ്ത്രീകളെ കുറിച്ചാണെങ്കിലും പുരുഷന്മാരെ കുറിച്ചാണെങ്കിലും പറയുമ്പോൾ അവർ ഘനശാലികളായിരിക്കണം എന്ന് പറയുന്നു. എന്താണ് ഘനശാലികളായിരിക്കണം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, ഈ ഭൗതിക നിലയിലുള്ള ശുശ്രൂഷ അല്ലെങ്കിൽ മേശയിലുള്ള ശുശ്രൂഷ എന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ധാരാളം പ്രതികൂലങ്ങളും അല്ല എങ്കിൽ കുറ്റപ്പെടുത്തലുകളും ഒക്കെ വരാൻ സാധ്യതയുള്ളതായ ഒരു മേഖലയാണത് എന്ന് നമുക്കറിയാമല്ലോ. ഘനശാലികളായിരിക്കണം എന്ന് പറയുന്നത് കൊണ്ട് അവരങ്ങനെ അവരുടെ ആരുടെയെങ്കിലും ഒക്കെ അഭിപ്രായത്തിന് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തീരുമാനം മാറ്റുകയോ ആരോപണങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പെട്ടെന്ന് അവര് എന്നാ എന്നെ കൊണ്ട് ഇതൊന്നും കഴിയുകയില്ല, നിങ്ങൾ എന്താ നോക്കിക്കോ എന്നൊക്കെ പറയുന്ന നിലയിൽ ഉള്ള ആളുകളായിരിക്കുവാനായിട്ട് പാടില്ല. ജ്ഞാനത്തോടു കൂടി യോഗ്യമായിട്ടുള്ള തീരുമാനം എടുക്കാനും ആ തീരുമാനം അത് നടപ്പാക്കാനും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും നടപ്പാക്കുവാനും അതിനെതിരെ വരുന്നതായിട്ടുള്ള പ്രതികൂലങ്ങൾ എവിടെ നിന്ന് വന്നാലും അതിനെയൊക്കെ ദൈവ മക്കൾക്ക് യോഗ്യമായ വിധത്തിൽ അതിനെയൊക്കെ പരിഹരിക്കുവാൻ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ലോല മനസ്കരായിട്ടുള്ള ആളുകളാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ അവർക്ക് അതിനകത്ത് അധികം കാലം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. അവർ ശക്തരായിരിക്കണം ആത്മീയമായും. അതുപോലെ തന്നെ അവര് അറിഞ്ഞിരിക്കുന്നതായിട്ടുള്ള പ്രമാണത്തെ മുറുകെ പിടിക്കുന്നവരും വിട്ടുവീഴ്ച ചെയ്യാത്തവരും പക്ഷപാതം കാണിക്കാത്തവരും അങ്ങനെയൊക്കെയുള്ള പല യോഗ്യതകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് ഘനശാലികൾ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. ഇരുവാക്കുകാരാവരുത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്ന് പറഞ്ഞു പിന്നെ വേറൊന്ന് പറഞ്ഞു. ഒരു തെറ്റ് വന്നാൽ അത് തിരുത്തുന്നതിനെ കുറിച്ചല്ല, മറിച്ച് സൗകര്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നതായിട്ടുള്ള ആളുകളാവരുത്. മദ്യപന്മാരാകരുത്, ദുർലാഭ മോഹികളാകരുത്. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ അല്ലെങ്കിൽ യോഗ്യതകളൊക്കെ ശുശ്രൂഷകന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. അതെന്താണ് എന്ന് വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ വിശ്വാസത്തിന്റെ മർമ്മത്തെ കുറിച്ച് ഇതേ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം 16-ാമത്തെ വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നുണ്ട്. അവിടെ ദൈവഭക്തിയുടെ മർമ്മം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന് പകരം ഞാൻ വിചാരിക്കുന്നത് വിശ്വാസത്തിന്റെ മർമ്മം അവര് ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് എന്താണ് വിശ്വാസത്തിന്റെ മർമ്മം എന്നുള്ളതിന്റെ ഒരു വിശദീകരണമായിരിക്കും പൗലോസ് അപ്പോസ്തലൻ പിന്നീട് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിങ്ങനെയാണ്: അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡാവതാരം, നീതിമാൻ എന്ന് താൻ തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ച് താൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത്, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, അതായത് മനുഷ്യർക്ക് മാത്രമല്ല ദൂതന്മാരും കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് സാക്ഷികളാണ്. പിന്നെ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇതൊക്കെയാണ് വിശ്വാസത്തിന്റെ മർമ്മം അല്ലെങ്കിൽ ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്നത്. ഇത് ശുദ്ധ മനസാക്ഷിയിൽ അവര് വെച്ചുകൊള്ളുന്നവരായിരിക്കണം. ഈ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. അതായത് അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നും മാറിപ്പോകാത്ത, അതിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത, അതിൽ സംശയമില്ലാത്ത, അതിൽ ഉറപ്പുള്ളതായിട്ടുള്ള ആളുകളായിരിക്കണം ശുശ്രൂഷകന്മാര്. ഒരു പക്ഷേ ശുശ്രൂഷകന്മാരുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ഭൗതിക നിലയിലുള്ള കാര്യങ്ങളാണെങ്കിലും അവര് തീർച്ചയായിട്ടും ആത്മീയമായിട്ട് നല്ല കാഴ്ചപ്പാടുള്ള ആളുകൾ തന്നെ ആയിരിക്കണം. അതല്ലാതെ ആ കാഴ്ചപ്പാടുകൾ ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് യോഗ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്ന് മാത്രമല്ല, ഞാനിങ്ങനെ ആരോ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, ഈ ഭൗതിക ശുശ്രൂഷകൾ ചെയ്യുന്ന ആളുകൾ
ഒരു പക്ഷേ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന മൂപ്പന്മാരെക്കാളൊക്കെ കുറച്ചുകൂടെ ഭക്തന്മാരായിരിക്കേണ്ടുന്ന ആവശ്യമുണ്ട്. കാരണം എന്താണ് എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ഒരു പക്ഷേ കത്തിയും തൂമ്പായും ഒക്കെ കാണും. അതുകൊണ്ട് ദോഷം ചെയ്താൽ അത് വളരെയേറെ ദോഷമാകുന്ന കാര്യമാണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ കൂടുതൽ ഭക്തരല്ല എങ്കിൽ അതിന്റെ ദുരുപയോഗം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുക്കളയിൽ കറിക്ക് അരിയുന്ന ആളുകൾക്ക് സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ആളുകളെക്കാൾ കുറച്ചുകൂടി സംയമനവും ഭക്തിയും ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് ഒരാൾ പ്രസംഗിച്ച് ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവർ, അതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊരു ഭൗതിക ശുശ്രൂഷയാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് ആത്മീയമായിട്ടുള്ള പക്വതയും പരിജ്ഞാനവും അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ മർമ്മം അല്ലെങ്കിൽ ഭക്തിയുടെ മർമ്മം അവർക്ക് ആവശ്യമില്ല എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അവര് അങ്ങനെയുള്ള ആളുകളായിരിക്കണം. അവരെ ആദ്യം പരീക്ഷിക്കണം. അനിന്ദ്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. അപ്പോൾ അവരെ പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. എങ്ങനെയാണ് ഒരാളെ അങ്ങനെ പരീക്ഷിക്കുന്നത്? അപ്പോൾ പരീക്ഷിച്ച് ബോധ്യപ്പെടാതെ അങ്ങനെ ഒരാളെ ഇങ്ങനെ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുവാനായിട്ട് പാടില്ല, ശുശ്രൂഷ ഏൽക്കുവാനായിട്ടും പാടില്ല. അനിന്ദ്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ എന്നാണ്. ആദ്യം പരീക്ഷിക്കണം. അപ്പൊ എന്തുമായിരിക്കും പരീക്ഷിക്കുക എന്ന് പറയുന്നത്? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, അങ്ങനെയുള്ളതായ ആളുകൾ അവര് ഈ ശുശ്രൂഷയ്ക്കുള്ള ഒരു ദൈവിക നിയോഗം അല്ലെങ്കിൽ വിളി അല്ലെങ്കിൽ കൃപാവരം അവർക്കുണ്ടോ എന്നുള്ളത് സഭയ്ക്ക് ബോധ്യമാകേണ്ടുന്ന ഒരു ആവശ്യമുണ്ട്. അതെങ്ങനെയാണ് അത് സഭയ്ക്ക് ബോധ്യമാകുന്നത്? അവരിൽ ആ നിലയിലുള്ളതായ പ്രവർത്തനങ്ങൾ സ്വമേധയാ അവർ ചെയ്യുന്നത് സഭയിലെ വിശ്വാസികൾ, സഭാംഗങ്ങൾ കാണുകയും അത് ബോധ്യപ്പെടുകയുമാണ്. അങ്ങനെയാണ് പരീക്ഷിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ അങ്ങനെ ഭൗതിക നിലയിലുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ കൃപാവരം ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള സാധ്യതകൾ, അങ്ങനെയുള്ള അവസരങ്ങൾ നോക്കി അവരുടെ സഹായം ഭൗതിക നിലയിൽ ആവശ്യമുള്ള ആളുകളുടെ അടുക്കൽ ഓടിയെത്തും. അവരെ കൊണ്ട് കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ആരോഗ്യവും സമയവും സമ്പത്തും ഒക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനുള്ള താല്പര്യം അവർക്കുണ്ടായിരിക്കും. അത് അവരെ പരീക്ഷിക്കുന്നത്, അങ്ങനെയാണ് അവരെ പരീക്ഷിച്ച് അവർക്ക് ആ ഒരു കർത്താവിന്റെ നിയോഗം അവർ പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആരെയും പരീക്ഷിക്കാതെ ലോട്ടറി ഇട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും മറ്റ് അവരുടെ പ്രത്യേകതകൾ നോക്കി ഒന്നുമല്ല അങ്ങനെയുള്ള ശുശ്രൂഷകൾ ഏൽക്കേണ്ടതും, മറിച്ച് അവർക്ക് ദൈവമക്കളെ കുറിച്ചുള്ള, പ്രത്യേകിച്ച് സഭയുടെയും ദൈവമക്കളുടെയും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ള താല്പര്യം അവരിൽ ഉണ്ടാവുകയും മറ്റാരുടെയും സമ്മർദ്ദമോ അല്ലെങ്കിൽ പ്രേരണയോ ഇല്ലാതെ സ്വമേധയായി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ മുൻകൈ എടുക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ശുശ്രൂഷയ്ക്ക് യോഗ്യരായിട്ടുള്ള ആളുകൾ. അതാണ് അവരെ കുറിച്ച് പരീക്ഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഒരു ഘനശാലികളാണോ, എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അവര് ക്ഷീണിച്ചു പോയി മൂഡ് ഓഫ് ആയി പോവുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, പെട്ടെന്ന് മൂഡ് ഓഫ് ആയി പോവുക, മിണ്ടാതാവുക, അവര് ഫീൽ ചെയ്യുന്ന, അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ഫീൽ ചെയ്യുന്ന ആളുകളാണോ? പിന്നെ ഇരുവാക്കുകാരാണോ? ദുർലാഭ മോഹികളാണോ? അവര് ലാഭം നോക്കുന്നതായിട്ടുള്ള ആളുകളാണോ? അതെയോ അവരെ ചെലവാക്കാൻ താല്പര്യം കാണിക്കുന്ന ആളുകളാണോ? ഇതെല്ലാം പരിശോധിച്ച് അവരെ മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. ഈ ഒരു മേഖലകളിലും അവർ നിന്ദിക്കപ്പെടുവാനായിട്ട് ഇടയാകുന്നില്ല എങ്കിൽ അവരെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കാം എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 11ാമത്തെ വാക്യത്തിൽ മുതൽ അവണ്ണം സ്ത്രീകളും, അതായത് ശുശ്രൂഷക്കാരത്തികൾ എന്ന് നമുക്ക് അവരെ കുറിച്ച് പറയാം, സ്ത്രീകളും അവര് ഈ ശുശ്രൂഷകന്മാരുടെ ഭാര്യമാരോ അതല്ല എങ്കിൽ അല്ലാതെ ഉള്ള ശുശ്രൂഷക്കാരത്തികൾ എന്നുള്ള നിലയിലോ ഉള്ള ആളുകളായിരിക്കണം. അവരെ കുറിച്ചും ഘനശാലികളായി ഏഷണി പറയാതെ, ഏഷണി പറയുക എന്ന് പറയുന്നത് പൊതുവെ സ്ത്രീകൾക്ക് കൂടുതൽ താല്പര്യവും, അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നതായുള്ളൊരു കാര്യമാണ് വചനത്തിൽ. ഏഷണി പറയാതെ നിർമ്മതമാര്, എല്ലാറ്റിലും വിശ്വസ്തമാരും ആയിരിക്കണം. അപ്പോൾ ഈ യോഗ്യതകളെ കുറിച്ച് പറയുമ്പോൾ വിശ്വസ്തമാരായിരിക്കണമെന്ന് സ്ത്രീകളെ കുറിച്ച് പറയുന്നു, എന്നാൽ വിശ്വസ്തന്മാരായിരിക്കണമെന്ന് പുരുഷന്മാരെ കുറിച്ച് പറയുന്നില്ല. ഇതൊക്കെ പൊതുവായിട്ടുള്ള
എല്ലാ വിശ്വാസികളിൽ നിന്നും നമ്മൾ പ്രത്യേകമായി പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ അങ്ങനെയുള്ള ആളുകൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് വിശ്വസ്തരല്ല എങ്കിൽ, അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും വിശ്വസ്തരല്ല എങ്കിൽ, അത് സഭയ്ക്കും അല്ലെങ്കിൽ അവർക്ക് തന്നെയും, സഭയ്ക്ക് ദോഷം വരിക എന്നുള്ളതിനേക്കാൾ അവരുടെ അവിശ്വസ്തത അവർക്ക് തന്നെയാണ് ദോഷം വരുന്നത്. കാരണം അവരെ കൈകാര്യം ചെയ്യുന്നത് ദൈവത്തിന്റെ ധനം ആണല്ലോ. പിന്നെ ശുശ്രൂഷകന്മാരെ കുറിച്ച് വീണ്ടും പറയുകയാണ്, അവർ ഏകഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരുമായിരിക്കണം. അത് മൂപ്പന്മാരെ കുറിച്ച് പറയുമ്പോഴും അത് പറയുന്നുണ്ട്. പിന്നെ നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുയേശുവിനുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. അപ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നന്നായി ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ നന്നായി അങ്ങനെ ചെയ്താൽ അവർക്ക് നല്ലൊരു നില, അത് ഈ ലോകത്തിലല്ല, സഭയിലല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലാണ് അവർക്ക് നല്ല നിലയുണ്ടാകുന്നത്. അതുപോലെ തന്നെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും അവര് സമ്പാദിക്കുന്നുവെന്നാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യം അവർ സമ്പാദിക്കുന്നു എന്ന് പറയുവാനായിട്ടുള്ള കാരണം അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടാനായിട്ടുള്ള അവസരങ്ങൾ ധാരാളം അവർക്കുണ്ട്. അവര് ഇങ്ങനെയുള്ള ഭൗതിക ശുശ്രൂഷ രംഗത്ത് അവര് മുൻകൈ എടുക്കുകയും മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തി ധാരാളമായിട്ട് വെളിപ്പെടുകയും അതുകൊണ്ട് അവര് ക്രിസ്തുയേശുവിനുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും അവരെ സമ്പാദിക്കുന്നു. അവർ ആ പ്രവൃത്തിയിൽ നന്നായി ശുശ്രൂഷ ചെയ്താൽ ആ പ്രവൃത്തികൾ അവർ മുതിർന്നു വരികയും അതുകൊണ്ട് അവരെ വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യം സമ്പാദിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നല്ല നിലയിൽ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ ഈ ശുശ്രൂഷ ചെയ്യുന്നതിലെ ആളുകൾ എന്ന് പറയുന്നത്, അത് ആത്മീയമായിട്ടുള്ള ശുശ്രൂഷകൾ ഏതാണെങ്കിലും അതൊരു ശുശ്രൂഷയാണ്, അതൊരു ദാസ്യ വേലയാണ്. അത് മൂപ്പന്മാരുടെ ശുശ്രൂഷകളാണെങ്കിലും അതുപോലെ തന്നെ ഡീക്കന്മാരുടെ ശുശ്രൂഷകളാണെങ്കിലും അതൊരു ദാസ്യ വേലയാണ്. അതല്ലാതെ അതൊരിക്കലും ഒരു സ്ഥാനമോ അധികാരമോ അല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അത് പലപ്പോഴും പല സഭകളിലും മൂപ്പന്മാരാകാനായിട്ടുള്ള മത്സരവും, അല്ലെങ്കിൽ പാസ്റ്റർമാർക്ക് അങ്ങനെ അവരുടെ ഡിസ്ട്രിക്ട് പാസ്റ്റർ അല്ലെങ്കിൽ സ്റ്റേറ്റ് പാസ്റ്റർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥാനങ്ങൾക്ക് വേണ്ടി വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളും അതിനുവേണ്ടി ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന അതേ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് പല സഭകളിലും കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇങ്ങനെയുള്ള ആത്മീയമായിട്ടുള്ള സഭയിലെ ശുശ്രൂഷകളൊന്നും അതൊരു അധികാരമല്ല, അത് ഒരു സ്ഥാനമല്ല, മറിച്ച് അത് ഒരു ദാസ്യവേലയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതൊരിക്കലും ആരുടെയും മേൽ അധികാരമെടുക്കാനോ മഹത്വമെടുക്കാനോ തങ്ങൾക്ക് തന്നെ മഹത്വമെടുക്കാനോ ഉള്ളതായ മേഖലകളല്ല എന്നുള്ളതാണ്. നമ്മയൊക്കെ ദൈവം വിളിച്ചിരിക്കുന്നത് നാം എല്ലാവരും നമ്മെ തന്നെ ത്യജിച്ച് നാൾതോറും ക്രൂശും എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നാണ്. യഥാർത്ഥത്തിൽ നാം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു വലിയ ക്രൂശ് ഈ നിലയിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവരൊക്കെ ഒരു സാധാരണക്കാർ എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വലിയ ഒരു ക്രൂശ് എടുത്ത് ഉള്ള ഒരു യാത്രയാണ് അവരുടെ യാത്ര. നമുക്കറിയാമല്ലോ, ക്രൂശിന്റെ കനം, നമ്മൾ ചുമക്കുന്നതിൽ കുരിശിന്റെ കനം കൂടിയാൽ ആ യാത്ര കൂടുതൽ ദുഷ്കരമാവുകയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ വഴി എന്ന് പറയുന്നത് വളരെ ഞെരുക്കമുള്ള വഴിയാണ്. അപ്പോൾ ഞെരുക്കമുള്ള വഴിയിലൂടെ ഭാരപ്പെട്ട ക്രൂശുമായിട്ട് നാം സഞ്ചരിക്കുന്നത് ഏറെ പ്രയാസകരമാണ് എന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ എല്ലാ ഈ വിധത്തിലുള്ള ശുശ്രൂഷകളും ഏറെ പ്രയാസകരമായിട്ടുള്ള ശുശ്രൂഷകളാണ്. ആരും അതിലേക്ക് അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ചോ അധികാരത്തെക്കുറിച്ചോ ഓർത്ത് അതിൽ പങ്കാളികളാകുന്നു ഒരിക്കലും അത് ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അവിടെ നാം പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും ആയിരിക്കുകയില്ല വിശ്വാസികളിൽ നിന്ന് ഉളവാകുക. നമുക്കറിയാമല്ലോ, സഭയിൽ ആത്മീയന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ഒരു സഭയിലും എല്ലാവരും ആത്മീയരായിട്ടുള്ള ആളുകളായിരിക്കുകയില്ല. അവിടെ ജഡികന്മാരായിട്ടുള്ള ആളുകൾ കാണും. ഒരു പക്ഷെ ഒരു തലമുറയൊക്കെ കഴിയുമ്പോൾ രക്ഷിക്കപ്പെടാത്തതായിട്ടുള്ള
രണ്ടാം തലമുറയിലേക്ക് വരുമ്പോൾ രക്ഷിക്കപ്പെടാത്തതായിട്ടുള്ള ആളുകൾ പോലും സഭകളിൽ ഉണ്ടാകും, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആത്മീയന്മാരും ജഡികന്മാരും പ്രാകൃതന്മാരും ആയിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടമാണ് മിക്കവാറും ഇന്ന് നമുക്ക് സഭകളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ജഡികന്മാരും പ്രാകൃതന്മാരുമായിട്ടുള്ള ആളുകൾ അവർ വളരെ ന്യൂനപക്ഷമായിരിക്കുന്നിടത്തോളം കാലം സഭ നന്നായി പോകുമെന്നാൽ അവര് ഒരു ഭൂരിപക്ഷമായാൽ, അല്ലെങ്കിൽ അവരുടെ സംഖ്യ കൂടുന്നതിനനുസരിച്ച് സഭയിൽ ഇത്തരം ശുശ്രൂഷകളൊക്കെ വളരെ പ്രയാസമുള്ളതായിട്ട് തീരും. നാം ചെയ്യുന്നതായിട്ടുള്ള അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നതായിട്ടുള്ള ആളുകളുടെ ശുശ്രൂഷയൊന്നും അവർ കാണുകയില്ല. അവര് അതിന്റെ എല്ലാം മനുഷ്യരുടെ ബലഹീനതകളെയും അല്ല എങ്കിൽ ശുശ്രൂഷയുടെ എന്തെങ്കിലും ബലഹീന വശങ്ങളെയും മാത്രം നോക്കി വിമർശിക്കുകയും അവർക്ക് വളരെ ദോഷം വരുത്തുകയും ചെയ്യുന്ന ആളുകളായിട്ട് അവർ തീരും. അതുകൊണ്ട് ഈ ശുശ്രൂഷ ഒരിക്കലും നമുക്ക് വലിയ മഹത്വമോ അല്ല എങ്കിൽ പേരും പ്രശസ്തിയും കിട്ടുന്ന ഒരു ശുശ്രൂഷയല്ല, മറിച്ച് അത് ഒരു മുള്ളു പോലെ, അല്ലാതെ എങ്കിൽ അത് ഒരു കുരിശ് പോലെ കുറച്ചുകൂടെ ഭാരമുള്ള ഒരു കുരിശ് പോലെ മാത്രമേ ഇത്തരം ശുശ്രൂഷകൾ ഉണ്ടായിരിക്കുകയുള്ളൂ. ശരി, 14-ാമത്തെ വാക്യത്തിൽ 14-15 വാക്യങ്ങൾ, ഞാൻ വേഗത്തിൽ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ മൂപ്പന്മാരെ കുറിച്ചും ഡീക്കന്മാരെ കുറിച്ചും അല്ലെങ്കിൽ മൂപ്പന്മാരെ കുറിച്ചും ശുശ്രൂഷകന്മാരെ കുറിച്ചും ശുശ്രൂഷക്കാരത്തികളെ കുറിച്ചും ചില യോഗ്യതകളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ പെട്ടെന്ന് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ അടുക്കിലേക്ക്. ഇനി താമസിച്ചു പോയാൽ, എന്തെങ്കിലും കാരണവശാൽ താമസിച്ചു പോയാൽ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അപ്പോൾ സഭയെക്കുറിച്ച് പറയുന്നത് സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ്. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ് സഭ എന്ന് പറയുന്നത്. സഭയിൽ സത്യമല്ലാത്തതൊന്നും സഭയിൽ ദൈവം ആഗ്രഹിക്കുന്നില്ല. സഭയിൽ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് ആരിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. വ്യാജമായതോ വചനവിരുദ്ധമായതോ ആളുകൾക്ക് ഇടർച്ചകളാകുന്നതോ അങ്ങനെയുള്ള യാതൊരു വക കാര്യങ്ങളും, ആത്മീക വർധനയ്ക്കുള്ളതല്ലാത്ത യാതൊരു കാര്യങ്ങളും ഒരു സഭയിൽ നിന്ന് ഉണ്ടാകാനായിട്ട് പാടില്ല. സഭയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ് സഭ. സഭ എങ്ങനെയായിരിക്കണം? സഭ എങ്ങനെയല്ല എങ്കിൽ എന്താണ് ഈ സഭ? ലോകത്തില് സഭ എങ്ങനെയാണ് പ്രകാശമായി തീരുന്നത്? ലോകത്തോട് എന്ത് സുവിശേഷമാണ് സഭയ്ക്ക് പറയുവാനായിട്ട് കഴിയുക? അതുകൊണ്ട് സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ് സഭ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ രണ്ടാമത് സഭയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം. അപ്പോൾ സഭ എന്ന് പറയുന്നത് ദൈവം വസിക്കുന്നതായിട്ടുള്ള ഒരു ആലയമാണ്. ജീവനുള്ള ദൈവം വസിക്കുന്നതായിട്ടുള്ള ആലയമാണ് സഭ എന്ന് പറയുന്നത്. നാം ഓരോരുത്തരും ദൈവം വസിക്കുന്ന ആലയങ്ങളാണ്, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് എന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ നാം ഓരോരുത്തരും ദൈവത്തിന്റെ ആലയങ്ങളാണ്. അതുപോലെ തന്നെ സഭ ഒന്നിച്ചു കൂടുമ്പോഴും അത് ദൈവത്തിന്റെ ആലയമാണ്. ഒരു ആത്മീക ഗ്രഹമായി പണിയപ്പെടുന്നു എന്ന് പത്രോസ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. ഒരു ആത്മീക ഗ്രഹമാണ്. ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നതും ദൈവം വസിക്കുന്നതും ദൈവം സന്തോഷിക്കുന്നതും ദൈവത്തിന് മഹത്വവും ഒക്കെ ലഭിക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനമാണ് ദൈവം ഒരുക്കുന്നതായിട്ടുള്ള തന്റെ സഭ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സഭയിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന്, അപ്പോൾ ഒരു സഭയിൽ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവം വസിക്കുന്നതായിട്ടുള്ള ഒരു ആലയമായിരിക്കുന്ന സഭയിൽ നമുക്ക് തോന്നിയതുപോലെ നടക്കാനായിട്ട് കഴിയുകയില്ല, തോന്നിയതുപോലെ സംസാരിക്കാനായിട്ട് കഴിയുകയില്ല. അതിനൊക്കെ പ്രമാണങ്ങളുണ്ട്. ആ സഭയിലെ ക്രമീകരണങ്ങൾക്കൊക്കെ ദൈവികമായിട്ടുള്ള ചില നിയമങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഉണ്ട്. അത് എങ്ങനെയെന്നുള്ളത് നീ അറിയേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ഇത് എഴുതുന്നത് എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ സഭയിൽ തോന്നിയതുപോലെ നടക്കാനായിട്ട് കഴിയുകയില്ല എന്ന് വെച്ചാൽ ഇവിടെ സഭയിൽ മൂപ്പന്മാരെ ആക്കണമെങ്കിൽ, നിയോഗിക്കണമെങ്കിൽ അതിന് ചില യോഗ്യതകളുണ്ട്. ഇന്ന് അനേക സഭകളിൽ മൂപ്പന്മാരെ നിയമിക്കുന്നതിനുള്ള യോഗ്യതകൾ അല്ലെങ്കിൽ ശുശ്രൂഷന്മാരെ നിയമിക്കുന്നതിനുള്ള യോഗ്യതകൾ എന്നൊക്കെ പറയുന്നത്
ഒരുപക്ഷെ ചിലപ്പോൾ അവരുടെ വിദ്യാഭ്യാസമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യമായിരിക്കാം, ആരോഗ്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്വാധീനമായിരിക്കാം, പണത്തിൻ്റെതോ അല്ലാത്തതോ ആയിട്ടുള്ള സ്വാധീനമായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് മിക്കവാറും പല സഭകളിലും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സ്വാധീനങ്ങളാണ് ദൈവസഭയിൽ ഈ വിധമുള്ള ശുശ്രൂഷകളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മാനദണ്ഡമായിരിക്കുന്നത്. എന്നാൽ അതൊന്നും അതിന് മാനദണ്ഡമല്ല. ദൈവസഭയിൽ ശുശ്രൂഷകന്മാരെയോ ശുശ്രൂഷക്കാരത്തികളെയോ അല്ലെങ്കിൽ മൂപ്പന്മാരെയോ നിയമിക്കണമെങ്കിൽ അതിന് വളരെ വ്യക്തമായിട്ടുള്ള യോഗ്യതകൾ, നിർദ്ദേശങ്ങളുണ്ട്. അത് നീ മനസ്സിലാക്കണം. ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ ആർക്കും തോന്നിയതുപോലെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. തോന്നിയവരെ അത് അങ്ങനെയുള്ള നിയമങ്ങൾ ഏൽപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നതായിട്ടുള്ള കാര്യം. അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസത്തിന്റെ മർമ്മം എന്താണ്, അല്ലെങ്കിൽ ഭക്തിയുടെ മർമ്മം എന്താണ് എന്നുള്ളതാണ് ഒറ്റ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരം, ജീവിതം, തന്റെ മരണം, ഉയർപ്പ്, താൻ മൂലം മനുഷ്യർക്ക് വിശ്വാസത്താൽ ലഭിക്കുന്നതായിട്ടുള്ള നീതീകരണം, വീണ്ടെടുപ്പ് മുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള വളരെ വ്യക്തമായ ബോധ്യങ്ങളുള്ള ആളുകളായിരിക്കണം ശുശ്രൂഷകന്മാരാണെങ്കിലും അതുപോലെ തന്നെ മൂപ്പന്മാരാണെങ്കിലും. പ്രിയമുള്ളവരെ, ഈ ആത്മീക ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന സഭ എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. ആ സഭയിലെ എല്ലാ കാര്യങ്ങളും ദൈവികമായിട്ടുള്ള ഒരു നിലയിലൂടെ തന്നെയാണ് പോകേണ്ടത്. മനുഷ്യരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചോ ദൈവികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വിരുദ്ധമായോ ഒന്നും അത് പോകുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന സഭയിൽ എങ്ങനെയാണ് നടക്കേണ്ടത്, സഭയാകുന്ന ദേവാലയത്തിൽ എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളത് നാം ഓർക്കണം. അപ്പോൾ നമുക്ക് തോന്നിയതുപോലെ നടക്കാൻ കഴിയുന്നതായിട്ടുള്ളൊരു സ്ഥലമല്ല സഭ എന്ന് പറയുന്നത്. നമുക്കൊരു സഭയിൽ ഒരു അംഗത്വം ഉണ്ടെങ്കിൽ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ് സഭ. ഞാൻ ഉൾപ്പെടുന്നതായിട്ടുള്ള സഭ. സഭയെ പലപ്പോഴും ഒരു കെട്ടിടത്തോടാണല്ലോ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആ കെട്ടിടത്തിന്റെ ഓരോരോ ഭാഗങ്ങളാണ് നാം ഓരോരുത്തരും. അതല്ലെങ്കിൽ ശരീരത്തോട് ഉപമിച്ചിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങളാണ് നാം എല്ലാവരും. അപ്പോൾ സത്യവും നീതിയും എന്നൊക്കെ പറയുന്നത് ഈ ഇതിന്റെ അടിസ്ഥാനമായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അത് വിട്ടിട്ടുള്ളതായ ഒരു ജീവിതമോ പ്രവർത്തനമോ ഒരിക്കലും ദൈവസഭയിൽ ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ ദൈവ നിയോഗപ്രകാരമല്ലാതെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെയും വിട്ട് മാനസാന്തരപ്പെട്ട് സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായിരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്നറിഞ്ഞ് നാം ഓരോരുത്തരും നടക്കേണ്ടത് ആവശ്യമാണ്. അത് ഏതെങ്കിലും ശുശ്രൂഷയ്ക്ക് ആളുകളെ ഏൽപ്പിക്കുന്ന മേഖലയിൽ മാത്രമല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും സഭാ ജീവിതത്തിലും ഒക്കെ, നമ്മുടെ പരസ്പര ബന്ധങ്ങളിലും ഒക്കെ ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നാം ഉൾക്കൊണ്ട് അത് പാലിച്ചുകൊണ്ട് പോകേണ്ടത് ആവശ്യമാണ്. സർവശക്തനായ ദൈവം നമ്മെ ഈ മേഖലകളിലൊക്കെയും സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.